എന്റെ ഒരു തെറ്റിദ്ധാരണ, വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് അറിയാം, ഈ മുരളി ഗോപി ഒരു സംഖ്യയാണെന്ന് എന്റെ ധാരണയാണ്. പൂർണ്ണമായ സംഖ്യയിൽ ഒരു അരസംഖ്യ ആയിട്ടുള്ള ആളാണെന്ന് എന്റെ ധാരണ. പക്ഷെ നമ്മളൊരാളെ മുഴുവനായിട്ട് അറിയാണ്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല എനിക്ക് ഇതോടുകൂടി മനസ്സിലായിട്ടാ. പക്ഷെ നമ്മളെ സംഖ്യയുള്ള ധാരണ മുരളി ഗോപി ചാണക സംഖ്യ എന്നുള്ള ധാരണയിലാണ് അവർ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷെ എമ്പുരാൻ സിനിമ ഇറങ്ങിയോടുകൂടി സംഖ്യകളെ അണ്ണാക്കിൽ പിരിവെട്ടി, അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുകയത് നമ്മളെ മുരളി ഗോപി. ഞാൻ ഈ മുരളി ഗോപിന്റെ വിഷയം പറയാൻ കാരണം വെച്ചിട്ട് ചങ്ങായി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആണ് അയച്ചു തന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ മുരളി ഗോപിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കൊരു വല്ലാത്ത അതിയായ ആഗ്രഹം. ഞാൻ വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്യട്ടാ, നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എന്റെ വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടവേ ഉള്ളൂ, എന്റെ തന്തയുടെ. മാപ്പ് ജയം പറയൂല കേട്ടാ. അഴിയെങ്കി അഴി, കയറെങ്കി കയറ. ഇത് ഈ സിനിമ കാണുമ്പോഴേനും കട്ടി എനിക്ക് ആവേശം. ഇപ്പത്തെ ഒരു ഈ സെറ്റപ്പിലെ ആ ഒരു ഡയലോഗ്, മാപ്പ് പറയാൻ വേണ്ടി ഒരു സംഖ്യയും പറയില്ല എന്നാ മുരളി ഗോപി പറയുന്ന ലെവലിലേക്ക് വന്നപ്പോ രോമാഞ്ച കുഞ്ചു കായിപ്പോയി. നമ്മളെ സംഖ്യകള് മോഹൻലാൽ മാപ്പ് പറഞ്ഞല്ലോ, പൃഥ്വിരാജ് അത് ഷെയർ ചെയ്യുകയും ചെയ്ത്. മോഹൻലാൽ മാപ്പല്ല ഗേദപ്രണനം നടത്തിയെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഗേദപ്രണനം തന്നെയാണ് മാപ്പ് കേട്ടാ. ഇങ്ങനെ പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞു നിൽക്കുമ്പം ഇല്ല, പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞില്ല, അത് ഷെയർ ചെയ്തിട്ടുള്ളൂ എന്നറിയാം. പൃഥ്വിരാജിന്റെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് പൃഥ്വിരാജ് മാപ്പ് പറയുന്നതാണെന്നുള്ളൂ. പക്ഷെ എന്നാലും ചെയ്യാൻ പാടില്ലായിരുന്നു പൃഥ്വിരാജാലും അത്. മോഹൻലാൽ പിന്നെ സംഗീസം അങ്ങ് ചെയ്ത് മാപ്പ് പിന്നെ ഓരോ ജന്മ അവകാശമാണല്ലോ. പക്ഷെ മുരളി ഗോപി അത് വേറെ ജനസ്, ഭരത് ഗോപിന്റെ ജനസാണ്. അത് സാധനം വേറെ. മൂപ്പർ മാപ്പ് പറയുന്ന വെച്ചിട്ട് നമ്മളെ സംഖ്യകൾ കണ്ണിൽ എണ്ണ വെച്ചിട്ട് നമ്മളെ മീശമാധവൻ സിനിമയിൽ ജഗതി കണ്ണിലിങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, എന്നിട്ട് ദിലീപിനെ മീശമാധവൻ വിരുന്നും വെച്ചിട്ട് അതുപോലെ ഇരുന്ന് മുരളി ഗോപിന്റെ ഒരു മാപ്പിന്റെ പോസ്റ്റ് നോക്കി ഇവരണ്ണാക്കിലെന്താ മുരളി ഗോപി കൊടുത്തെന്നറിയാം. ഈദ് മുബാറക്ക്. സംഖ്യകൾ എന്ത് സഹിക്കുവനും അവരാജന്മ ശത്രുക്കളായ മുസ്ലിങ്ങൾക്ക് ഈദ് മുബാറക്ക് നേർന്നുകൊണ്ടുള്ള നമ്മളെ മുരളി ഗോപിന്റെ പോസ്റ്റ് കണ്ടോടുകൂടി തകർന്നു പോയി. ആ സിനിമയിൽ മുരളി ഗോപി ചെയ്ത് അവര് പിന്നെയും സഹിക്കുവനും. പക്ഷെ മുരളി ഗോപി ഈദ് മുബാറക്ക് നിങ്ങൾ എന്തായാലും വേറെ എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നു, അതോടുകൂടി സംഖ്യകൾ ആകെ തകർന്നു പോയി. പിന്നെ സംഖ്യകൾ വരുന്നുണ്ട്, മോഹൻലാലിനെ കൊണ്ട് മാപ്പ് പറയിച്ചില്ലേ അവിടെ. ഇതിനെ കൊണ്ട് ആരെ കൊണ്ടാ നിങ്ങൾ വിജയിച്ചെന്ന് പറഞ്ഞെങ്കിൽ ആരെ കൊണ്ടാ മാപ്പ് പറയിക്കണ്ടെന്നറിയാം. ഇതിന്റെ തിരക്കഥ കഥ എഴുതിയത് ആരാന്നറിയാം? മുരളി ഗോപി. മുരളി ഗോപിന്റെ ഭാവനയാണ് ആ സിനിമ. പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്ത് മോഹൻലാൽ അഭിനയിച്ചെന്നുള്ളൂ. ഇതൊന്നും അതിലില്ല. ഇതിന്റെ ഭാവന വെച്ചും മുരളി ഗോപിന്റെയാണ്. മുരളി ഗോപിനെ കൊണ്ടാ നിങ്ങൾ മാപ്പ് പറയിക്കണ്ടേ. ഞാൻ മോഹൻലാൽ മാപ്പ് പറയില്ല എന്നൊരു ധാരണയിൽ ഞാൻ വീഡിയോ ചെയ്തിന്. പക്ഷെ ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്ന മുരളി ഗോപി മാപ്പ് പറയൂല, ജയം പറയൂല എന്ന ഡയലോഗ് കിട്ടില്ല. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. മൂപ്പർ എനിക്ക് 100% വിശ്വാസം. പക്ഷെ നമ്മളെല്ലാം ഈ സിനിമയിലെ നായകന്മാരെ ഹീറോ ആയിട്ട് കാണല്ലോ, ഒരിക്കലും കാണാൻ പാടില്ലട്ടാ. വില്ലന്മാരാന്ന് ശരിക്കും പറഞ്ഞ ഹീറോ. ഈ മുരളി ഗോപി എന്റെ അതിൽ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചുള്ള എല്ലാ സിനിമയിലും ഒരു ഭീകരമായിട്ടുള്ള വില്ലത്തരം കാണിക്കുന്ന ആളാണ് അയാൾ. ആ തന്റെ ഇടവും അയാളെല്ലാം ഒരു നിലപാടുണ്ടല്ലോ, നിലപാട് എന്ന് പറയാം. മോഹൻലാലിനും ജന്മത്തിലെ നിലപാടുണ്ടാവില്ല കേട്ടാ. പിന്നെ സംഗീത രവീന്റെ പേരില് നടക്കുന്നു. പിന്നീട് രവി എന്നെ ഒരു ദിവസം 4 തോണിയിലെല്ലാം കാലിട്ടിട്ടാന്ന് യാത്ര ചെയ്യുന്നത്. ഇപ്പൊ എയറിലാന്ന് മൂപ്പറ് തൽക്കാലം എയർ തന്നെ നിൽക്കട്ട്. ഇറങ്ങിയ രവിയെ തള്ളി രവിയെ ഇറങ്ങിയ നീ പെട്ട്. നീ അനങ്ങാണ്ട് ഒരു 2 മാസം മിണ്ടാണ്ട്, നീ ഒരു അക്ഷരം മിണ്ടണ്ട. നീന്റെ ഓരോ ഊളത്തരം ലാലേട്ടനെ മോശമാക്കി തനക്കൊന്ന് ഇതുപോലത്തെ ചങ്ങായിമാറാന്ന്. ഒന്ന് മറ്റേ എന്നാ ചങ്ങായിന്റെ പേര് സുരേഷ് കുമാർ, മേനക സുരേഷ് കുമാറും ഈ മേജർ രവിയും, ഈ 2 സംഖ്യകൾ കൂടിയിട്ട് ആ ലാലേട്ടനെ ഈ സെറ്റപ്പിലാക്കി. പിന്നെ ലാലേട്ടന്റെ മിലിറ്ററി മറ്റേ കേണൽ പദവിയല്ലേ എടുത്തു കളിയെന്നെല്ലാം മറ്റേ സംഖ്യകൾ നടക്കുന്നത്. സംഖ്യകളെ നിങ്ങളെന്നല്ല ഇത് കൊടുത്തിന്. ഇത് കിട്ടിയത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. പിന്നെ ഈ മിലിറ്ററിയും കേണലും പിന്നെ ഇതൊന്നും പട്ടാളൊന്നും സംഖ്യകളെ തറവാട് സ്വത്തല്ലാട്ടാ. നിങ്ങളെ തറവാട് സ്വത്ത് മാപ്പ്. ആ സാധനം നിങ്ങൾ കയ്യിൽ വെച്ച് നടന്നോളാം. പിന്നെ നിങ്ങൾ പൃഥ്വിരാജിന്റെ ഭാര്യയ്ക്ക് നേരെ സുപ്രിയൊക്കെ എന്നിട്ടെല്ലാം നിങ്ങളെ ഒട്ടകം ഗോപാലല്ലേ, മാപ്പ് ഗോപാലേ, നിങ്ങളെ പുതിയ ഏറ്റവും വലിയ മാപ്പ് കുറച്ചിലാരനായ ഒട്ടാം ഗോപാലനും നടക്കുന്നുണ്ട്. അതായത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ നേരെയല്ലോ ഒരാളറിഞ്ഞ് കളിക്കടാന്നൊരു പോസ്റ്റ് ഇട്ടതിന്. അത് സിനിമക്ക് മുന്നേറ്റതാണ്. അത് സംഖ്യക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സത്യം പറയുമ്പം ഓരോ നേരെ ആളറിഞ്ഞ് കളിക്കടാന്ന് നിങ്ങളെ വിചാരിച്ചോ. അത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾക്ക് ആവൂല, നേരിട്ട് കളിക്കാനാവൂല. നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഇങ്ങനെ തെറി വിളിക്കാൻ അറിയാം, മുഖമില്ലാണ്ട് തെറി വിളിക്കാൻ അറിയാം. ഈ ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ ആളുകൾ തെറി വിളിക്കാൻ തുടങ്ങിയ ഗോപാലകൃഷ്ണൻ സൈക്കിൾ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും
നീ എന്നെ മാപ്പ് പറഞ്ഞ് കരയുന്ന ആളാണ്. അപ്പൊ നിന്റെ വീട്ടിലെ സ്ത്രീകളെ അവസ്ഥ ആലോചിക്കല. പിന്നെ അതൊന്നും അവർ ചെയ്യാത്തത് അവരെ മാന്യതയാണ് കേട്ടാ. മല്ലിക സുമാരനെല്ലാം പറഞ്ഞത് നിന്റെ അണ്ണാക്കിലാ തന്നിനി. നാണും മാനും ഉളുപ്പും. നിങ്ങളൊരു ഓർഗനൈസർ 10 രൂപ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് ഓർഗനൈസർ ഇടോ നിങ്ങൾക്ക് കാലക്ക? നിങ്ങൾ പറയുന്നത് പിന്നെ നിങ്ങൾ ആദ്യം ഹിന്ദുക്കൾക്കെതിരെയെന്ന് പറഞ്ഞു. ഹിന്ദുക്കൾക്കെതിരെയുള്ള സംഘികൾക്കെതിരെയാണ് സിനിമ. അത് ഉറപ്പിച്ചിനി. ഹിന്ദുക്കളുടെ സംഘികളായിട്ട് കൂട്ടി കുഴക്കല്ല ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് സപ്പോർട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ. ക്രിസ്ത്യാനികളെ ആരെയും ക്രിസ്ത്യാനികൾ പറഞ്ഞോളൂ. അതിൽ ഒരു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ നിലപാടിനെതിരെ പറഞ്ഞു. പിന്നെ ഏതൊരു അച്ഛൻ പറഞ്ഞെന്നല്ല നിങ്ങൾ പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നല്ലോ. അതിങ്ങനെ നിങ്ങളെ പ്ലാംപ്ലാനിനെ പോലത്തെ കുറച്ച് ടീമുണ്ട്. ഈ PC ജോർജിന്റെ പിന്നെ ഈ ക്ലാപ്പിൽ വീണ് പോകുന്ന പ്ലാംപ്ലാനിനെ പോലത്തെ കുറച്ച് ടീം. അവരും നമ്മൾ വില വെക്കുന്നില്ല. നല്ല മുതിർന്നൊരു പള്ളിയിലച്ഛൻ തന്നെ പറഞ്ഞാൽ ഇത് ശരിയല്ല, ഈ കട്ടാക്കണം, പുതിയ സെൻസർ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് തെറ്റാണ് എന്നെല്ലാം പറയുന്നത്, ആവിഷ്കാര സാധനത്തിൽ കൈകടത്തുന്നത് തെറ്റാണെന്ന് തന്നെയാണ് പള്ളിയിലച്ഛനെല്ലാം പറഞ്ഞുള്ളേ. നിങ്ങൾ അതും പൊക്കി പിടിച്ചിട്ട് നിങ്ങൾ ഇനി സംഘികളൊപ്പം ഈ സംഘികളും കൂട്ടി നടന്നു. നിങ്ങൾ ഇനി ക്രിസ്ത്യാനികളെ കൂട്ടണ്ട, ഹിന്ദുക്കളെയും കൂട്ടണ്ട, സംഘികൾക്കെതിരെയുള്ള സിനിമ. പിന്നെ ഇന്നതെല്ലാം വേടോ നമ്മളെ പിണറായി വിജയൻ എന്തെല്ലാം കാണിക്കുന്നതോ. മൂപ്പർ ആ സിനിമ കണ്ട് നൊടിയാണ്ട് അങ്ങ് പോയി. എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന്. ആ മൂപ്പർക്ക് വിഷമായിട്ടുണ്ടാന്ന് വെച്ചിട്ട് നമുക്കത് വിമർശിക്കാം. അത് എടുത്ത് കളയണം, പൊളിക്കണം. നിങ്ങൾ പറഞ്ഞ നമ്മളൊന്നും പറഞ്ഞില്ല, കട്ടാക്കണം എന്ന് പറഞ്ഞില്ല. നിങ്ങൾ തന്നെ കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തിന്. നിങ്ങൾ തന്നെയാണ് പിന്നെ ആഭ്യന്തരമന്ത്രിന്റെ അടുക്ക പോയിട്ട് മോഹൻലാലിന്റെ കേരള പദവി റദ്ദാക്കണം എന്നെല്ലാം പറഞ്ഞ് തുലിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ. മാപ്പ് BJP. എന്നാലും മുരളി ഗോപി നിങ്ങൾ വേറെ ലെവലും മനുഷ്യ. നിങ്ങളെ എനിക്ക് 100% വിശ്വാസം ഉണ്ട് കേട്ടാ. വിശ്വാസം നിങ്ങൾ തറക്കല്ലേ, നിങ്ങൾ തറക്കൂല എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ലാലേട്ടനെ പോലത്തെ മനുഷ്യനല്ല, എനിക്ക് ഉറപ്പുണ്ട്. മാപ്പ് മുരളി ഗോപി പറയൂല സംഘികളെ.